ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രിയായി ഹാളിൽ ഹരീഷും നികേഷും സുഭാഷും നിരന്ന് കിടക്കുന്നുണ്ട്. സുധീഷ് പതുക്കെ അവരുടെ ഇടയിൽ കിടക്കാൻ വരുമ്പോൾ ഹരീഷ് പറയുന്നത്, നികേഷ് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ സുധീഷ് സന്തോഷം അഭിനയിച്ച്, പ്രശ്നമോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ലെന്നേ. ഇവൻ സുഭാഷ് ഏട്ടന് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ ഇങ്ങനെയൊരു ത്യാഗം സഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഹരീഷ് പറയുന്നു. പിന്നീട് നിധി തുണി വിരിച്ചിടുമ്പോൾ അമ്മായി അവിടേക്ക് വരുന്നുണ്ട്. നിധി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ഒന്ന് എരിവ് കയറ്റാൻ അവിടേക്ക് ഓടി ഓടി വരുന്നുണ്ട് അമ്മായി. തലയ്ക്ക് ആൾതാമസമുള്ള ആരെങ്കിലും ഈ വീട്ടിലെ ചെക്കനെ കല്യാണം കഴിക്കുമോ? അവൻ നിന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചു കൂടെ കൂട്ടിയതാവും അല്ലേ? എന്റെ മോളെ, പറ്റിയതോ പറ്റി. 1-2 ദിവസം കഴിഞ്ഞതൊക്കെ നീ അങ്ങ് മറന്നുകളാ. എന്നിട്ട് ഇവിടെ നിന്നും എത്രയും വേഗം രക്ഷപ്പെടാൻ നോക്ക് എന്ന് അമ്മായി പറയുമ്പോൾ നിധി ആകെ അന്തം വിട്ടുപോയി. ഇത് കേട്ടിട്ട് ഭാസ്കരൻ പിറകിൽ നിൽക്കുന്നത് രണ്ടാളും കണ്ടില്ല. ദേഷ്യം വന്ന് ഭാസ്കരൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞതും അമ്മായി മറിഞ്ഞ് അയക്കോലിൽ പിടിച്ചു. അത് പൊട്ടി തുണികളെല്ലാം താഴെ വീണു. ഭാസ്കരൻ നേരെ അമ്മായിയുടെ അടുക്കൽ വന്ന്, നീ എന്തിനാണ് ഇവിടെ വന്ന് കവലപ്രസംഗം നടത്തുന്നത്? നിന്റെ നാക്കുമടക്കി അണ്ണാക്കിലോട്ടിട്ട് ഇരിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം സുഭാഷിന്റെ ജോലി പോയ വിവരം ഹരീഷ് അറിയുമ്പോൾ, ഇനി ഇയാളുടെ ചെലവ് മുഴുവൻ സുഭാഷേട്ടൻ നോക്കേണ്ടി വരും. കല്യാണ ചെലവും പന്തലും ഭക്ഷണ ചെലവും ഒക്കെ സുഭാഷേട്ടനല്ലേ ചെലവാക്കിയത്. ദാ ഇപ്പൊ ജോലിയും പോയി. ഇതെല്ലാം കേട്ട് സുഭാഷ് മിണ്ടാതെ നിൽക്കുന്നതാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഓരോ പ്രശ്നങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ, രസകരമായ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.